ഇന്ന് നമുക്ക് കുറച്ച് ചരിത്രം സംസാരിക്കാം. ചരിത്രം സംസാരിക്കാൻ നമുക്ക് ചരിത്രത്തിൽ എന്ത് അവഗാഹമായ പാണ്ഡിത്യം എന്നുള്ളതാണെങ്കിൽ നമ്മൾ പാണ്ഡിത്യ ചർച്ചയല്ല നടത്തുന്നത്. നമ്മൾ പഠിച്ചിരുന്ന, നമ്മൾ അറിഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ ചരിത്രത്തെക്കുറിച്ച്, ലോകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ലോക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളുണ്ട്. അത് വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊന്നുമല്ല ചരിത്രം, മറ്റെന്തൊക്കെയോ ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് എന്തോ അത് നിങ്ങൾ ചരിത്രമായി സ്വീകരിക്കണം എന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഒരു മഹാമാരി കൊറോണ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഇന്ത്യയിലും ഭീതിജനകമാം വിധം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂനുന്മേൽ കുരു എന്നതുപോലെ അതിർത്തിയിലെ യുദ്ധസന്നാഹങ്ങളും അല്ലെങ്കിൽ സംഘർഷം, അസ്വസ്ഥതകളൊക്കെ ഉടലെടുത്തിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സംഘപരിവാർ വക്താക്കളായി വരുന്ന ആൾക്കാർ എത്ര തരം താഴ്ന്ന രീതിയിലാണ് അവരുടെ സങ്കുചിത രാഷ്ട്രീയ പ്രചരണത്തിനായിട്ടാണ് ഈ വേദികളെയൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. വസ്തുനിഷ്ഠമായി രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയോ അതിന് യുക്തിസഹമായ ഒരു ലക്ഷ്യം കണ്ടെത്തുകയോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. കിട്ടുന്ന ഓരോ അവസരങ്ങളും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തം ഇംഗിതപ്രകാരം ചരിത്രം അടിച്ചേൽപ്പിക്കുവാനുള്ള അവസരമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതെല്ലാം തെറ്റ്. ഇന്ത്യൻ ഭരണാധികാരികളെല്ലാം ഒരു ഉത്തരവാദിത്വമില്ലാത്ത അല്ലെങ്കിൽ ചാരന്മാരെ, സാമൂഹ്യദ്രോഹികളെ, കഴിവുകെട്ടവരെയൊക്കെയാണ് മോദി വന്നപ്പോൾ മുതലാണ് രാജ്യത്തിലെല്ലാം നടക്കുന്നത്. ഇതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ച്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച് എല്ലാം ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘികൾ. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് തന്നെ നമ്മൾ പഠിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും എല്ലാം ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു അവസരമാണ്. അതാണ് നമ്മൾ അത്തരത്തിൽ നമ്മൾ പഴയ സംഗതികളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ചരിത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെയാണ് ഇനി നടത്താൻ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും ജനാധിപത്യത്തെയും ഒക്കെ വ്യാഖ്യാനിക്കുക എന്ന് നമുക്ക് അറിയുകയില്ലല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്ന വളരെ വലിയ കാര്യങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. അതായത് ഈ 1960 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായ 1962. അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റുപോയി. അങ്ങനെ ഞങ്ങളായിരുന്നെങ്കിൽ, സംഘിയായിരുന്നെങ്കിൽ തോക്കത്തില്ലായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി, അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ തോറ്റത്. അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അതിന് കാരണക്കാർ. ബാക്കി എല്ലാ സംഗതികൾക്കും കാരണക്കാര് കോൺഗ്രസ് ആണ്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചതൊന്നും സംഘികളുടെ ചർച്ചയിൽ വരില്ല. അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളെ, നമ്മുടെ വസ്തുക്കൾ അവർ മോഷ്ടിച്ചുകൊണ്ടുപോയി, അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ആകെ കോൺഗ്രസിന്റെ ഭരണകാലം മുഴുവൻ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഓർക്കുക, നമ്മളാരും കോൺഗ്രസിനെ ന്യായീകരിക്കുന്നവരല്ല, രാഷ്ട്രീയമായി കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്നവരാണ്. പക്ഷെ ഇന്ത്യ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഭരിച്ചിരുന്നവരുടെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നതിൽ, അംഗീകരിക്കുന്നതിൽ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഇന്ന് മോദി കയറിയിരുന്ന് ഭരിക്കുന്ന, അല്ലെങ്കിൽ മോദി കെട്ടിടത്തിന്റെ കഴുക്കോല് വരെ ഊരി വിറ്റിട്ട് കൊണ്ടിരിക്കുകയാണ്, ആക്രി വിലയ്ക്ക് വിൽക്കുകയാണ്. ഇന്ത്യയിലെ വിലപ്പെട്ട ഓരോ വ്യവസായശാലകളും ഫാക്ടറികളും ഇന്ത്യയുടെ അഭിമാനമായിരുന്ന സംഗതികളൊക്കെ വിറ്റ് തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിൽക്കുവാൻ ഒരിടം ഉണ്ടാക്കി കൊടുത്തത് ഈ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്നവരാണ്. നമുക്ക് അഭിപ്രായ ഭിന്നതകളുണ്ട്. അതായത് ഇവർ പുരോഗമിച്ചില്ല എന്നല്ല നമ്മൾ പറയുന്നത്, രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ പുരോഗമനം ഇന്ത്യയിലെ സാധാരണക്കാർക്ക്, പാവം പിടിച്ചവരുടെ ജീവിതത്തിൽ ഒരു ഉന്നമനവും കൊണ്ടുവന്നില്ല എന്നതിലാണ് നമ്മൾ വിമർശിക്കുന്നത്. പണക്കാരനും പാവം പിടിച്ചവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസത്തിൽ സാർവത്രികമായി വിദ്യാഭ്യാസം നൽകുവാൻ കഴിയുന്നില്ല. അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. വികസനം അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ, ഒരു ന്യൂനപക്ഷത്തിന്റെ താല്പര്യത്തെ മാത്രം മുൻനിർത്തി ഉള്ളതാണ് എന്നതാണ് നമ്മുടെ വിമർശനം. ഇന്ത്യ പുരോഗമിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. ലോകത്തിൽ ഇന്ത്യയെ പോലെയുള്ള അവരുടെ കൂട്ടായ്മയിൽ വമ്പൻ രാജ്യമാകാനുള്ള ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഭരിച്ചിരുന്നവരാണ്. മോദി ഇന്നലെ വന്ന് കയറിയപ്പോഴല്ലല്ലോ.
മോദി ഇന്ന് അതിർത്തിയിൽ തകർക്കുന്ന സംഗതികൾ, റോഡ് വെട്ടി അത് വെട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് മോദി വന്നപ്പോൾ തുടങ്ങി വെച്ച സംഗതിയൊന്നും അല്ലല്ലോ. അത് തന്നെ അറിയാം, നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം. ഇവരെന്താണ് 62 യുദ്ധത്തിൽ ഇന്ത്യ ചൈനയോട് പരാജയപ്പെട്ടു. ചൈനയും ഇന്ത്യയും നമുക്കറിയാം 1947-ലും 49-ലും സ്വന്തം ദേശീയതയിലേക്ക്, വ്യവസ്ഥിതിയിലേക്ക് വന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഓർക്കണം, അന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ഇവരൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചൈനയുടെ അവസ്ഥ 1949-ൽ മെച്ചമായിരുന്നല്ലോ. പക്ഷെ അവിടെ സ്ഥാപിക്കപ്പെട്ടത് വ്യത്യസ്തമായ വേറൊരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി ആ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ദാർശനികമായ പല കാഴ്ചപ്പാടുകളുമുണ്ട്. ആ രീതിയിൽ അവർക്ക് തങ്ങളുടെ രാജ്യം എന്ന രീതിയിൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആ രാജ്യത്തെ 62 ആയപ്പോഴത്തേക്കും ഒട്ടും മോശമല്ലാത്ത ഒരു രാജ്യമാക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടുമെങ്കിലും ആ സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിനെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. പല പ്രശ്നങ്ങളും അവശേഷിച്ചിരുന്നു. രാഷ്ട്രീയമായി അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ പോയി, ആധിപത്യം പോയി, മറ്റൊരു കൂട്ടരുടെ ആധിപത്യത്തിലേക്ക് രാജ്യം പോവുകയായിരുന്നു. നെഹ്റു വളരെ പുരോഗമനകാരിയായിരുന്നു, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ, രാജ്യം എന്ന് പറയുന്ന വിവക്ഷയിൽ ഒരു വിഭാഗത്തിന്റെ ഇന്ത്യയെ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പല കാഴ്ചപ്പാടുകളും പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ വിജയം വരിച്ച താല്പര്യം ഇന്ത്യയിലെ ചൂഷകരായിട്ടുള്ള ആൾക്കാർക്കാണ്. ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്യേണ്ട, ഇന്ത്യക്കാർ ചൂഷണം ചെയ്താൽ മതി. ആ അർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ചൂഷകരുടെ റോള് മാറി, ബ്രിട്ടീഷുകാരൻ മാറി, ഇന്ത്യൻ ചൂഷകർ അധികാരത്തിൽ വന്നു. അവർ പുരോഗമിക്കുകയും ചെയ്തു. അവർക്ക് ഇവിടെ നിന്നുകൊണ്ട്, ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വികസിക്കാമോ അത്രത്തോളം വികസിച്ചു. അത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെട്ടു, അത്രത്തോളം സൈനികമായി വളർന്നു, അത്രത്തോളം സാമ്പത്തികമായി വളർന്നു. ഇതൊക്കെ ശരിയാണ്, സാമ്പത്തികമായി വളർന്നു. പക്ഷെ സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷം 50%-ലധികവും ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണ്. 72% 100 കുടുംബങ്ങളുടെ കയ്യിലാണ്, 100 വ്യക്തികളുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്നതായിരിക്കും. ആ രീതിയിലൊക്കെ നമുക്ക് ചർച്ച പോകണ്ട. ഇതൊക്കെയാണ് ഇന്ത്യയുടെ അകത്തെ പ്രശ്നങ്ങൾ. ഏതായാലും ഇന്ത്യ ലോകരാജ്യങ്ങളിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ട്. അതിനെ ഇന്ത്യ ഭരിച്ചിരുന്നവർ കാരണക്കാരുമായിട്ടുണ്ട്. ഇനി 62-ലെ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഇന്ത്യയുടെ സാഹചര്യം ഇതൊക്കെയായിരുന്നു. പരിമിതമായ സാഹചര്യങ്ങളാണ്. ജയിക്കാനും തോൽക്കാനും ഒക്കെ ഇട നൽകുന്ന പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ആ കാലഘട്ടത്തെ നോക്കി വിമർശിക്കുന്ന ഇവരെക്കുറിച്ച് നമുക്ക് ഒന്നും തന്നെ പറയുവാനായിട്ടില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോയാൽ ഇവർക്ക് എന്താണ്, ഇന്ത്യയിലെ നെഹ്റു ആയാലും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, പിന്നീട് വന്ന നേതാക്കളൊക്കെ ആയാലും ഇവരൊക്കെ സോഷ്യലിസത്തെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നവരാണ്. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജവഹർലാൽ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരാണെന്ന് വരെ ജന്മഭൂമി പറഞ്ഞ് സ്ഥാപിക്കുകയുണ്ടായി. ഇവർക്ക് ലജ്ജയില്ല ഇങ്ങനെയൊക്കെ പറയാം. ഇവർക്ക് ആ കാലത്തെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അതിന്റെ ബാലപാഠങ്ങൾ അറിയാമായിരുന്നു. നമുക്കല്പം പുറകോട്ട് തന്നെ പോയി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഈ സ്വാതന്ത്ര്യം എന്നുള്ള കൺസെപ്റ്റ് തന്നെ എന്നാണ് എന്റെ സംഖ്യ കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന, ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നുവോ ആദ്യകാല ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പോരാട്ടം നടത്തിയിരുന്ന നമ്മുടെ ദേശീയ നേതാക്കളിൽ ഉണ്ടായിരുന്നത്? നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857-ലെ ശിപായി ലഹളയാണ്. ആ ശിപായി ലഹളയ്ക്ക് മുമ്പും ഇവിടെ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. സന്യാസി ലഹള, ആ ലഹള, ഈ ലഹളയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ സമരം നടന്നിട്ടുണ്ട്, ശിവജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്, ബഹദൂർ ഷായുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ഉള്ള വെല്ലുവിളികളും പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുമ്പോൾ 1857-ലെ ലഹള അന്ന് തന്നെ എന്താണ്, മതപരമായ കാര്യങ്ങൾ പറഞ്ഞാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ തോക്കിൽ പുരട്ടിയിരിക്കുന്ന നെയ്യ് പന്നിയുടെയാണെന്ന് മുസ്ലിങ്ങളോട് പറയും. കാരണം പന്നി അവർക്ക് ഹറാമാണ്. ആ നെയ്യ് പുരട്ടി ആയുധം അവരെ കൊണ്ടിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വൈകാരിക പ്രശ്നം. ഇപ്പോൾ മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലൊക്കെ തന്നെ അല്ലെ, പശുവിന്റെ നെയ്യാണെന്ന് ഹിന്ദുക്കളോട് പറയും. അങ്ങനെ മതപരമായ സംഗതികളും ആ മൂല്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള ചില മേൽക്കോയ്മകളും എല്ലാം കൂടിക്കലർന്ന ചില ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു അന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നത്. മതത്തിന്റെ ആത്മീയതയുടെയൊക്കെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തമായി ആധുനിക ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ദേശീയ നേതാക്കൾക്ക് ഇല്ലായിരുന്നു. മതപരമായ ചില പരിവർത്തനങ്ങളായിരുന്നു. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്, അതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു?
ആര്യ സമാജം, ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജം ഇതൊക്കെ എന്താണ് ചെയ്തിരുന്നത്? മതപരമായ നവോത്ഥാനം, ഈ മേൽക്കോയ്മയൊക്കെ എതിർക്കുന്നത് ആ അർത്ഥത്തിലാണ്. അവരുടെ ആധിപത്യം നമ്മുടെ മതപരമായ മൂല്യങ്ങളെ തകർക്കുന്നു, അല്ലെങ്കിൽ പാരമ്പര്യ മഹിമകൾക്ക് കോട്ടം തട്ടുന്നു എന്നതിനൊക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളായി. ഈ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാട് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. 1900-ങ്ങളുടെ ഗാന്ധിജി തന്നെ ഇന്ത്യയിൽ വരികയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത് 1915-ലാണ്. അതിനു മുമ്പ് ഇത്തരം കാഴ്ചപ്പാടുകളൊന്നുമില്ലായിരുന്നു. നെഹ്റു, ഇതുകൂട്ടുള്ള ആധുനിക കാഴ്ചപ്പാടുള്ള സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ വരുന്നത് പിന്നീടാണ്. ആദ്യകാല നേതാക്കളായിട്ടുള്ള ബാലഗംഗാധര തിലകൻ, ഇതുകൂട്ടുള്ള താന്തിയ തോപ്പി, ഇതുകൂട്ട് കുറെ നേതാക്കന്മാര് ആദ്യം ഉണ്ടായിരുന്നു. അരവിന്ദ ഘോഷ്, ഇതുകൂട്ട് നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാഴ്ചപ്പാട് ഈ മതാധിഷ്ഠിതമായ പാരമ്പര്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ചില കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല. ആദ്യം നാഷണൽ കോൺഗ്രസിനെ തട്ടിക്കൂട്ടുമ്പോൾ പോലും അവരുടെ ഉള്ളിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കോമൺവെൽത്ത്, ബ്രിട്ടീഷ് കോമൺവെൽത്തിനെ അംഗീകരിച്ചുകൊണ്ട് ആ കോമൺവെൽത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഡൊമീനിയൻ പദവി, അതാണ് അവർ അത് മുദ്രാവാക്യമായിട്ട് ഉയർത്തിയിരുന്നത്. ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള മുദ്രാവാക്യമൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ ആലോചിക്കേണ്ട ഇതെങ്ങനെ വന്നു? നിങ്ങൾക്കിന്ന് കമ്മ്യൂണിസം പുച്ഛമാണ്, സോഷ്യലിസം പുച്ഛമാണ്, എല്ലാം പുച്ഛമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, 1917 ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോവിയറ്റ് യൂണിയനിൽ, റഷ്യയിൽ 1917 വിപ്ലവം നടന്നു, ഒക്ടോബർ വിപ്ലവം. നിങ്ങൾ ഇന്നതിനെ പുച്ഛിച്ചു തള്ളുന്നു, നിങ്ങളെന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാണിച്ച് നെഹ്റുവിനെയൊക്കെ കളിയാക്കും. പക്ഷെ നിങ്ങൾ ഓർക്കണം, നെഹ്റു മാത്രമല്ല, ലോകത്തെ എല്ലാ നേതാക്കളും, അന്ന് പുരോഗമന മോചന പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുഴുവൻ നേതാക്കളും പ്രചോദനം ഉൾക്കൊണ്ടത് റഷ്യൻ ഒക്ടോബർ വിപ്ലവത്തിൽ നിന്നാണ്. അത് കലവറയില്ലാതെ അവർ പറഞ്ഞിട്ടുമുണ്ട്. നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ആ കാലത്തെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിസത്തെയോ മാർക്സിസത്തെയോ അംഗീകരിക്കുന്നില്ല. സോവിയറ്റ് യൂണിയനിൽ അവർ അധികാരത്തിലേക്ക് വന്ന വിപ്ലവത്തെയോ അത്തരത്തിൽ സംഗതികളെയോ ഒന്നും അല്ല ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾ സമാധാനത്തെയും ഇതുകൂട്ടുള്ള സഹന സമരങ്ങളെയൊക്കെയാണ്. പക്ഷേ അവിടെ നടക്കുന്ന മാറ്റം, 1917 ശേഷം ആ രാജ്യത്ത് സംഭവിക്കുന്ന ഓരോ സംഗതികളും, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചിന്തയിൽ സ്വാധീനം ചെലുത്തുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, ലോകവീക്ഷണങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു റഷ്യൻ വിപ്ലവം എന്നാണ് ഇവരൊക്കെ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. റഷ്യയെക്കുറിച്ച് ഇവർക്കൊക്കെയുള്ള അഭിപ്രായം ഒരു നവീനമായ സംസ്കാരത്തിന്റെ അടിത്തറ അവിടെ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യൻ റവല്യൂഷനെ കുറിച്ച് ഈ നേതാക്കളൊക്കെ മനസ്സിൽ വെച്ച് പുലർത്തിയിരുന്ന ധാരണ. ഇവരിൽ പലരും, ഇന്ത്യൻ ദേശീയ നേതാക്കളിൽ പലരും റഷ്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. റഷ്യയിലെ കാര്യങ്ങൾ കണ്ട്, അവിടുത്തെ മാറ്റങ്ങൾ കണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. കാരണം അവരാരും കമ്മ്യൂണിസ്റ്റുകളോ മാർക്സിസ്റ്റുകളോ മാർക്സിസം ഒരു ദർശനമായി സ്വീകരിക്കുന്നവരോ അല്ല. എന്നാൽ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം നാട്ടിൽ നടന്നു വരുന്ന സ്വാതന്ത്ര്യ സമരം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുമ്പോൾ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകും. അത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് എത്തരത്തിലുള്ള ആധിപത്യമാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ, റഷ്യയിൽ നടന്നതും ഇവിടെ നടക്കേണ്ടതുമായ കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു ആധിപത്യ മാറ്റം സംഭവിക്കുമ്പോൾ ഇവിടെ ഉപയുക്തമാക്കേണ്ട സംഗതികൾ എന്തൊക്കെ, അവിടെ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെ, സോഷ്യലിസ്റ്റ് റഷ്യയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെ എന്ന് പഠിക്കുവാൻ തന്നെയാണ് അവർ പോയത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ റഷ്യയിൽ നിന്ന് സ്വീകരിക്കാം, ഉപയുക്തമാക്കാം എന്ന് തന്നെ മനസ്സിലാക്കുവാനുമായിട്ടാണ് അവർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചത്. ജവഹർലാൽ നെഹ്റു മാത്രമല്ല, സരോജിനി നായിഡു, അബ്ദുൽ കലാം ആസാദ്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള, കോൺഗ്രസ്സുകാരല്ല സോഷ്യലിസ്റ്റുകാരായിട്ടുള്ള ജയപ്രകാശ് നാരായൺ, ഡോക്ടർ ലോഹ്യ, ഇതുകൊണ്ടുള്ള ആൾക്കാർ റഷ്യ സന്ദർശിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ ലേഖനങ്ങളിലൊക്കെ റഷ്യയെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ഇനി നമ്മൾ നോക്കുക, അവസാന കാലഘട്ടങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രവാദപരമായി പോരാടിയ യുവാക്കളുണ്ട്. വളരെ വ്യത്യസ്തമായ ധാരകളിൽ നിന്ന്, ഈ കോൺഗ്രസിന്റെ മിതവാദങ്ങളിലൊന്നും തലവെച്ച് കൊടുക്കാതെ കണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ മുഖത്തിൽ നിന്ന് ധീരമായി പോരാടി അവരെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഭഗത് സിംഗിനെ കൊണ്ടുള്ള ആൾക്കാർ, ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചുള്ള ആൾക്കാർ, അവരൊക്കെ അവരുടെ യൗവനകാലത്ത് തന്നെ അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവരൊരു പഠന പ്രക്രിയ കൂടിയായിരുന്നു. അവരവസാനം സോഷ്യലിസ്റ്റുകളുടെ കമ്മ്യൂണിസ്റ്റുകളായി, കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് അവസാനം.
ആ ദർശനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ജയിലിൽ കടന്നും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അതിന്റെ പുരോഗമനാത്മകമായ വശങ്ങൾ മനസ്സിലാക്കുവാനായിട്ടാണ് ചെലവഴിച്ചത്. അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരെഴുതിയിട്ടുള്ള കത്തുകളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ പരിശോധിച്ചാലും സംഘികൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ സോഷ്യലിസ്റ്റ് റഷ്യ എത്തരത്തിലുള്ള റഷ്യ ആയിരുന്നു. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം. എനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കുക, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും, പോയേ പറ്റൂ. എല്ലാ കോളനികളും രണ്ടാം ലോക യുദ്ധത്തോടെ കോളനി വാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഒഴിയും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. എങ്ങനെ ഒഴിയും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ അഹിംസാ സിദ്ധാന്തവും നിരാഹാരവും ഒന്നും അല്ല. അല്ലെങ്കിൽ തന്നെ അവർ ഒഴിയും. അവരത്രയ്ക്ക് പാടുപെട്ട് നിലനിർത്തേണ്ട കാര്യമൊന്നുമല്ല. അതിനുശേഷം കോളനി വാഴ്ച അസാധ്യമായ ഒരു സംഗതിയാണ് ചരിത്രപരമായി തന്നെ. അങ്ങനെ ഒഴിയുമ്പോൾ ആർക്ക് അധികാരം കൈമാറണം എന്ന വിഷയത്തിലാണ് അവർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള തർക്കങ്ങളാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നടന്നത്. എന്നാൽ ആ കാലത്ത് തന്നെ, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് സോവിയറ്റ് യൂണിയനുമായി ധാരണകളിലെത്തിയിരുന്നു. സൗഹാർദ്ദ ഉടമ്പടികൾ പോലും ഉണ്ടായിട്ടുണ്ട് സോവിയറ്റ് യൂണിയനുമായി കോൺഗ്രസ് നേതൃത്വം. അതാണ് വസ്തുത. ഈ വസ്തുതകളൊന്നും സംഘികൾക്ക് മനസ്സിലാവില്ല. അന്ന് ആ സാഹചര്യം അതായിരുന്നു. അമേരിക്ക ഇന്ന് കൊണ്ടുനടക്കുന്ന അമേരിക്കയുടെ തനി സ്വഭാവം ലോകത്തിനെന്ന് അറിയായിരുന്നു. എവിടെയും കൈകടത്തുന്ന എന്ത് പ്രശ്നങ്ങളും വളർത്തിയെടുക്കുന്ന രണ്ടാം ലോക യുദ്ധത്തിൽ അവസാനം ജപ്പാനെതിരെ ഒരു കാരണവുമില്ലാതെ ബോംബ് വിക്ഷേപിച്ച ഏറ്റവും ക്രൂരമായ സംഗതികൾ ചെയ്ത അമേരിക്ക അതിനുശേഷവും അവരുടെ താല്പര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ലോകത്തിൽ മാനവികത പുലരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും നല്ല ധാരണയുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷവും ചേരിചേരാ നയം, അത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാലും പറയുകയാണ്, ചേരിചേരാ നയം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് തന്നെ ഈ വ്യവസ്ഥിതി ഒത്തിരി ക്ഷതങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങി രണ്ടാം ലോകയുദ്ധത്തോടെ തകർന്ന് തരിപ്പണമായ ഒരു ലോക സാഹചര്യത്തിൽ സ്വതന്ത്ര ഇന്ത്യക്ക് പിച്ച വെച്ച് ഉയരണമെങ്കിൽ പല സഹായങ്ങളും വേണം. വിരുദ്ധ ചേരികളുണ്ട്. സോഷ്യലിസത്തിന്റെയും ദേശീയതയുടെയും മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയർത്തിയ സോഷ്യലിസ്റ്റ് ചേരിയുണ്ട്. സാമ്രാജ്യത്തിന്റെയും ഫാസിസത്തിന്റെയും ഒക്കെ മറുചേരിയുണ്ട്. ഇവിടെ നിന്നെല്ലാം സ്വന്തം നാടിന്റെ നിലനിൽപ്പ്, എങ്ങനെ സ്വന്തം നാടിനെ പരിക്കുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചവരാണ് നെഹ്റുവും ആദ്യകാല നേതാക്കളും. അത് സംഘികൾക്ക് മനസ്സിലാവില്ല. അവർ ചേരിചേരാ നയം എന്തിനുണ്ടാക്കിയെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ചേരിചേരാ നയം ഇല്ലായിരുന്നെങ്കിൽ ഇത് മോദി ഭരിക്കുന്ന ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അത് അല്പം ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും എന്തായിരുന്നു അന്നത്തെ ലോകത്തിൽ ബലാബലം നിന്ന ശക്തികളും അവയ്ക്ക് ഇടയിലൂടെ എന്തൊക്കെ കളികൾ നടത്തിയാണ് ഇന്ത്യ വളർന്നു വന്നതെന്നും ഒക്കെ ഇവർക്ക് ചരിത്രം പഠിക്കണം. ശരിയായ ചരിത്രം പഠിക്കണം. അതിനെ ലോകാസമസ്ത എന്നും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമസ്തേ സദാവത്സലെ പറഞ്ഞുകൊണ്ടോ ഇരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. ശരിയായ ചരിത്രം ഉൾക്കൊള്ളുക തന്നെ വേണം. ചേരിചേരാ നയം. അവിടുന്ന് ഈ രണ്ട് ബലാബല ചേരികൾ, റഷ്യയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ചേരിയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്തെ ചേരിയും, ഇരു ചേരികളെയും പിണക്കാതെ ബലാബലത്തിന് ഇടയ്ക്ക് നിന്ന് അവിടുന്ന് കിട്ടുന്നതും ഇവിടുന്ന് കിട്ടുന്നതും ഒക്കെ നേടുക എന്നത് തന്നെയായിരുന്നു ഇന്ത്യ സ്വതന്ത്രയായി കഴിഞ്ഞതിന് ശേഷം നെഹ്റുവിന്റെയും തുടർന്നുള്ള ഭരണാധികാരികളുടെയും ലക്ഷ്യം. അവർ ആ സോഷ്യലിസത്തിന്റെ പുരോഗമനാത്മക വശങ്ങൾ, അവരുടെ വ്യവസ്ഥിതി, സോഷ്യലിസത്തിന്റെ പുരോഗമനാത്മകമായ വശങ്ങൾ സ്വന്തം പുതുതായി രൂപം കൊണ്ട ഇന്ത്യൻ വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ നെഹ്റുവിന് നല്ല ധാരണയുണ്ടായിരുന്നു. അവിടുത്തെ ശരിതെറ്റുകളും അറിയാമായിരുന്നു. എന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്തെ പിണക്കാൻ നിർത്തേണ്ടത് എങ്ങനെയെന്നും അറിയാമായിരുന്നു. അത് തന്നെയാണ് ചേരിചേരാ നയം. അതിനെ സംഘികൾ പരിഹസിക്കുന്നതല്ല. കാരണം സമാധാനപരമായ സഹവർത്തിത്വവും രാജ്യം വളർന്നു വരുന്നതിന് ആ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകേണ്ടത് ആവശ്യകതയായി. അത് മനസ്സിലാക്കാൻ ഇവർക്ക് ഏതായാലും കഴിയില്ല, മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അവരുടേതായ ചില ആപ്തവാക്യങ്ങളുണ്ട്. അതായിരുന്നു ചരിത്രമെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ ഇതെല്ലാം അങ്ങ് കുഴിച്ചു മൂടിക്കളയാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പഠിച്ച അല്പചരിത്രമൊക്കെ പള്ളിക്കുടിച്ച് പോയി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇവർ പറയുന്നതെല്ലാം കള്ളത്തരങ്ങളാണെന്ന്. സാംസ്കാരിക രംഗത്ത് രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള ആൾക്കാർ
ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെയുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ റഷ്യയെക്കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു എന്ന് ഈ സംഖ്യകളൊന്ന് പരിശോധിച്ചാൽ നന്നാവും. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 1950-കളിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചു. അത് എവിടുന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നെഹ്റു തുറന്നു പറയുന്നുണ്ട് അതിനുള്ള സമീപനങ്ങൾ, ആ ചിന്ത തന്റെ ഉള്ളിൽ എങ്ങനെ ഉടലെടുത്തു. ആദ്യകാലം സോവിയറ്റ് യൂണിയനിൽ നിന്ന് കിട്ടിയ നിർലോഭമായ സഹകരണങ്ങൾ, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ, ആണവോർജം, ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിൽ, അടിത്തറ പാകുന്നതിൽ, കൃഷി ശാസ്ത്രീയമാക്കുന്നതിൽ ഒക്കെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ നമുക്കറിയാം എത്രയൊക്കെ കാര്യമായ രീതിയിലാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ആര്യഭട്ട ഇന്ത്യ ആദ്യമായിട്ട് ഉപഗ്രഹ വിക്ഷേപണം നടത്തുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ഭാസ്കര 1, ഭാസ്കര 2, ചന്ദ്രയാൻ, ഇങ്ങനെ നിരവധി. ആദ്യമായി ബഹിരാകാശ യാത്ര ഇന്ത്യയിൽ നിന്ന് രാകേഷ് ശർമ്മ, അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് റഷ്യയുടെ സഹായത്തോടെ റഷ്യൻ മണ്ണിൽ നിന്ന് പരിശീലനം നേടി റഷ്യയിലുള്ള ഒരാളുടെ ഒപ്പമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തുന്നത്. പിന്നീട് നമ്മുടെ ബ്രഹ്മോസ് പദ്ധതി, നിരവധി, എന്തിന് അവസാനം കൂടംകുളം പദ്ധതി വരെ സോവിയറ്റ് യൂണിയനായി നിലനിന്ന ബലാബലങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ലോകത്തെ ബലാബലങ്ങൾ, സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ, ചോദ്യം ചെയ്യുവാൻ സോവിയറ്റ് യൂണിയനായി നിലനിന്നിടത്തോളം കാലം ഇന്ത്യക്ക് ഒരു തണലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനുമിടയില്ല. ഇന്നത് മാറി അമേരിക്കയുടെ ചെരുപ്പ് നക്കി പാരമ്പര്യമുള്ളവർ അമേരിക്കയുടെ ചെരുപ്പ് നക്കുകയാണ്. അവരാണ് മഹത്വം. അതുകൊണ്ട് ബാക്കി എല്ലാ മഹത്വങ്ങളും ഇല്ലാതാക്കും. ചേരിചേരാ നയം തെറ്റ്, പഞ്ചശീല തത്വം തെറ്റ്, പഞ്ചവത്സര പദ്ധതി തെറ്റ്, ചൈനയുമായിട്ട് 62 നടന്ന യുദ്ധത്തിൽ സ്വീകരിച്ച നിലപാട് തെറ്റ്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലെ വിജയമൊന്നും പറയുന്നില്ല. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇന്ന് ഈ ചെരുപ്പ് നക്കി ട്രംപിനെ മതിൽ കെട്ടി സ്വന്തം ദാരിദ്ര്യം മറച്ച് അശ്വമേധങ്ങളൊക്കെ നടത്തുന്ന ഭരണാധികാരികൾ ഓർക്കണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അമേരിക്ക അവരുടെ 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറക്കിയിരുന്നു. അനങ്ങരുതെന്ന് പറഞ്ഞത് സോവിയറ്റ് യൂണിയനാണ്. ഇന്ദിരാഗാന്ധിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട്. പാകിസ്ഥാന്റെ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം അമേരിക്ക ഇടപെടുകയാണെങ്കിൽ, സഹായിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും ഇന്ത്യയുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിന്നത് സോവിയറ്റ് യൂണിയനാണ്. ബംഗ്ലാദേശൊക്കെ ഉണ്ടായ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ സംഘികൾ ഈ തലമറന്ന് എണ്ണ തേക്കരുത്. തലമറന്ന് നിങ്ങൾ ആർമാദിച്ചോളൂ. കാരണം ചാണകത്തലയ്ക്ക് അത് വളരെ തണുപ്പേക്കും. പക്ഷേ വിവരമുള്ളവർ, ചിന്തിക്കുന്നവർ, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവർ ഈ കള്ളക്കഥകളൊന്നും വിശ്വസിക്കില്ല. ഇന്ത്യയുടെ പഴയകാല നേതാക്കന്മാർ, അവരെക്കുറിച്ച് വിമർശനങ്ങളുണ്ട്. അവർ ഈ രാജ്യത്ത് അവരുടെ വ്യവസ്ഥിതിയാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ കരുതുന്നില്ല. എങ്കിലും ഈ വ്യവസ്ഥിതിയെ ഇത്തരത്തിൽ പടുത്തുയർത്തി ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയിലെ പാങ്ങുള്ളവരുടെ ഇന്ത്യ, അല്ലെങ്കിൽ എന്തെങ്കിലും വകയുള്ളവരുടെ ഇന്ത്യയെ തല ഉയർത്തി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിയതിൽ പഴയകാല നേതാക്കന്മാർക്ക് ഒക്കെ അവരുടേതായ ചരിത്രപരമായ പങ്കുണ്ട്. ഒരു പങ്കുമില്ലാത്തത് ഈ സംഘി കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ്. അവർക്കുള്ള ചരിത്രം നാണം കെട്ട ചരിത്രമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.